നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഡിവൈഎഫ്ഐ മേഖലാ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച വിവിധ മേഖലാ സമ്മേളനങ്ങളിൽ പ്രശസ്ത എഴുത്തുകാരും വാഗ്മികളും പൊതുപ്രവർത്തകരും ഉദ്ഘാടകരായും മുഖ്യ പ്രഭാഷകരായും പങ്കെടുത്തു. ചെറുകുന്ന് പള്ളിക്കരയിൽ കനത്ത മഴയിൽ വീട് തകർന്നു. പള്ളിക്കരയിലെ കെ സലാമിന്റെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി 10:30 കനത്ത മഴയിൽ തകർന്നു വീണത്. ആളപായമില്ല. ഹക്കീം വധക്കേസിലെ കൊലയാളികളെ പിടികൂടാത്തതിന് ഭരണകൂടം തീർച്ചയായും നാളെ മറുപടി പറയാൻ ബാധ്യസ്ഥരാകുമെന്ന് പയ്യന്നൂരിൽ RMP നേതാവ് കെ രമ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കരുവാത്തൊടി ക്രോസ് ബാർ നാടിന് സമർപ്പിച്ചു. TV രാജേഷ് MLA ക്രോസ് ബാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപുഴ കമ്പലൂർ വെള്ളരിക്കുണ്ട് ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെൽട്ടർ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. നാട്ടുകാർ ചേർന്ന് വെയിറ്റിംഗ് ഷെൽട്ടർ പുനർനിർമ്മിച്ചു. തദ്ദേശീയ ഭരണകൂടവും പ്രാദേശിക ജനതയും നടത്തുന്ന കണ്ടൽ വനസംരക്ഷണ പരിസ്ഥിതി പ്രവർത്തനങ്ങളെ വെല്ലുവിളിച്ച് ഇടയിലക്കാട് പുഴയോരത്ത് സ്വകാര്യ വ്യക്തി കണ്ടൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. ഡിവൈഎഫ്ഐ മേഖലാ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച വിവിധ മേഖലാ സമ്മേളനങ്ങളിൽ പ്രശസ്ത എഴുത്തുകാരും വാഗ്മികളും പൊതുപ്രവർത്തകരും ഉദ്ഘാടകരായും മുഖ്യപ്രഭാഷകരായും പങ്കെടുത്തു. നവോത്ഥാന മൂല്യങ്ങൾ തിരിച്ചുപിടിക്കാൻ യുവാക്കൾ മുന്നിട്ടിറങ്ങണമെന്ന് പ്രശസ്ത ചിത്രകാരനും വാഗ്മിയുമായ പൊന്നിൻ ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ ഡിവൈഎഫ്ഐ പയ്യന്നൂർ നോർത്ത് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാം കണക്കാണ് എന്ന ബോധം സാമ്രാജ്യത്വവും കച്ചവട മുതലാളിത്തവും വലതുപക്ഷവും ചേർന്ന് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് ജനപക്ഷ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുക എന്നാണ്. എന്നാൽ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് തണലായി പുരോഗമന പ്രസ്ഥാനം വെല്ലുവിളികളെ പ്രതിരോധിച്ച് മുന്നോട്ടു പോവുകയാണെന്നും പൊന്നിൻ ചന്ദ്രൻ പറഞ്ഞു. ഒരു യുവജന സംഘടന വളർന്നു വരുന്നതിൽ അസൂയാലുക്കളായിട്ടുള്ള സംഘടനകൾ നാട്ടിലുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സംഘടനകൾക്ക് എല്ലാ വിധത്തിലുമുള്ള ഊർജം നൽകിക്കൊണ്ടിരിക്കുന്നവർ നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളാണ്. അതുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള പുരോഗമന യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഈ നാടിന്റെ വികസനത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക്. N. സുരേഷ് അധ്യക്ഷനായിരുന്നു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം A. രാജേഷ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. M. സഞ്ജീവൻ, CV ദിലീപ്, M. പ്രസാദ്, P. ഷിജിത്ത്, PP അനീഷ, NV പ്രേംകുമാർ എന്നിവർ പ്രസംഗിച്ചു. മേഖലയിലെ 200ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുകുന്ന് പള്ളിക്കരയിൽ കനത്ത മഴയിൽ വീട് തകർന്നു. പള്ളിക്കരയിലെ കെ സലാമിന്റെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി 10:30 തകർന്നു വീണത്. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് പള്ളിക്കരയിലെ നിർധന കുടുംബം കെ സലാമിന്റെ വീട് ഭാഗികമായി തകർന്നത്. വീടിന്റെ മേൽക്കൂര ഉഗ്രശബ്ദത്തോടെ താഴേക്ക് പതിക്കുകയായിരുന്നു. ആദ്യം മേൽക്കൂരയിൽ നിന്ന് ഒരു ഓട് താഴേക്ക് പതിച്ചു. ഇതോടെ കുടുംബാംഗങ്ങൾ പുറത്തേക്ക് ഓടുകയായിരുന്നു. വീടിന്റെ അകത്തെ മുറിയിൽ സലാമിന്റെ പേരക്കിടാങ്ങൾ ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇവർ അപകടം സംഭവിക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. സലാമും ഭാര്യയും മക്കളും പേരക്കിടാങ്ങളും ഉൾപ്പെടെ 9 പേർ ഈ വീട്ടിലുണ്ടായിരുന്നു. 1 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ചെറുകുന്ന് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു.
കസ്റ്റഡിയിലുള്ള മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ തെളിവെടുപ്പിനായി വീണ്ടും കാനംവയലിൽ കൊണ്ടുവന്നു. ആദ്യഘട്ട തെളിവെടുപ്പിൽ മുഴുവൻ ദൃക്സാക്ഷികളും ഹാജരാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും തെളിവെടുപ്പിനായി എത്തിച്ചത്. ഫെബ്രുവരി 1 കാനംവയലിനടുത്ത് മാവോയിസ്റ്റുകളെ കണ്ടുവന്ന പ്രദേശത്തുകാരുടെ മൊഴിയെ തുടർന്നാണ് ഇക്കഴിഞ്ഞ ജൂലൈ 1 മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ തെളിവെടുപ്പിനായി എത്തിച്ചത്. എന്നാൽ അന്നത്തെ ദിവസം മുഴുവൻ ദൃക്സാക്ഷികൾക്കും തെളിവെടുപ്പിൽ ഹാജരാകാൻ സാധിച്ചില്ലാത്തതിനാലാണ് ഞായറാഴ്ച വൈകിട്ടോടെ വീണ്ടും രൂപേഷിനെ കാനംവയലിലും സമീപ പ്രദേശമായ പ്രാപ്പോയിലും എത്തിച്ചത്. ദൃക്സാക്ഷികളുടെ കൂട്ടത്തിൽപ്പെടുന്ന മൂത്തേടത്തമ്മണി, കൃഷ്ണൻ എന്നിവരാണ് ഞായറാഴ്ച തെളിവെടുപ്പിനായി കാനംവയലിൽ ഹാജരായത്. ഇരുവരും രൂപേഷിനെ തിരിച്ചറിഞ്ഞു. തുടർന്ന് 1 വർഷം മുൻപ് പ്രാപ്പോയിലിൽ വെച്ച് ആയുധധാരികളായ സംഘത്തെ കണ്ടുവെന്ന് മൊഴി നൽകിയ മുരളിയും പ്രാപ്പോയിലിൽ നടന്ന തെളിവെടുപ്പിൽ രൂപേഷിനെ തിരിച്ചറിഞ്ഞു. ഇവരോടൊക്കെ തന്നെയും രൂപേഷ് തന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരുന്നു അത്രേ. ആദ്യഘട്ടത്തിലേതുപോലെ തന്നെ സമാനമായ രീതിയിൽ മുദ്രാവാക്യം വിളികളോടെയാണ് രൂപേഷ് തെളിവെടുപ്പിനായി എത്തിയത്. തളിപ്പറമ്പ് ഡിവൈഎസ്പി എ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘത്തിന്റെ അകമ്പടിയോടെയാണ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. ഡിവൈഎസ്പിയെ കൂടാതെ പയ്യന്നൂർ CI മണി, പെരിങ്ങോം SIമാരായ രാമചന്ദ്ര വാര്യർ, ശ്രീകാന്ത് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഹക്കീം വധക്കേസിലെ കൊലയാളികളെ പിടികൂടാത്തതിന് ഭരണകൂടം മറുപടി പറയാൻ ബാധ്യസ്ഥരാണെന്ന് RMP നേതാവ് KK രമ. പയ്യന്നൂരിൽ നടക്കുന്ന നിരാഹാര സത്യാഗ്രഹ പന്തൽ സന്ദർശിച്ച് KK രമ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു. 1 വർഷവും 5 മാസവും കഴിഞ്ഞ ഒരു വ്യക്തി കൊല്ലപ്പെട്ടിട്ട്, ഹക്കീം എന്ന് പറയുന്നൊരു വ്യക്തി. പക്ഷേ ഇത്രയും നാളായിട്ട് ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാനോ ഇതിൻ്റെ കൊലയാളികളെ കണ്ടെത്താനോ വേണ്ടി കഴിയാത്ത ഭരണകൂടം എന്തിനാണ് ഇത്തരത്തിലൊരു ഭരണകൂടം എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമരസമിതിയിലെ ആളുകളും ഈ നാട്ടുകാരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് ഉത്തരം പറയേണ്ടത് ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളാണ്. പല കേസുകളും അന്വേഷിക്കാൻ കേരളത്തിലെ ഭരണ സംവിധാനത്തിന് നട്ടലില്ലാത്ത അവസ്ഥയാണ്. അധികാരം നിലനിർത്താനുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിന് തന്നെ കാരണം. മനുഷ്യനെ വെട്ടിമുറുക്കുന്ന അവസ്ഥ മാറണമെങ്കിൽ അതിന് പിന്നിലുള്ളവരെ കണ്ടെത്തണം. അതിന് പോലീസിന് കഴിയാത്തത് ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. സംയുക്ത സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരം 60ാം ദിവസത്തിലേക്ക് കടന്നു. CPIML സംസ്ഥാന കമ്മിറ്റി അംഗവും സമരസമിതി അംഗവുമായ വിനോദ് രാമന്തളിയുടെ നിരാഹാരം 12ാം ദിവസത്തിലേക്ക് പിന്നിട്ട് കഴിഞ്ഞു. പയ്യന്നൂർ ജനജാഗ്രതാ പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തി. N സുബ്രഹ്മണ്യൻ, അത്തായ് ബാലൻ എന്നിവർ നേതൃത്വം നൽകി. ജനതാദൾ നേതാക്കളായ KK രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് D നിസാർ എന്നിവർ സമരപന്തൽ സന്ദർശിച്ചു. വൈകിട്ട് മജീഷ്യൻ നിസാർ കടമ്പേരിയുടെ മാജിക് ഷോയും നടന്നു. വിശുദ്ധ റമദാൻ മാസ വ്രതാചരണം സമാപനത്തിലേക്ക്. നാടെങ്ങും വിശ്വാസി കൂട്ടായ്മകൾ ദാനപുണ്യം നേടുന്നതിനുള്ള സക്കാത്ത് കർമ്മങ്ങളിൽ മുഴുകുകയായി. വിശുദ്ധ നാളുകളിൽ അന്യന്റെ വിശപ്പും വേദനയും തിരിച്ചറിഞ്ഞ് സഹഭാവം പുലർത്തുകയും തങ്ങളാലാവുന്ന ദാനകർമ്മങ്ങൾ ചെയ്യുകയുമാണ് വിശ്വാസികൾ. പ്രാർത്ഥനകളുടെയും സാഹോദര്യ സങ്കല്പത്തിലൂന്നിയ ദാനകർമ്മങ്ങളുടെയും പുണ്യമാണ് റമദാനിലെ ഓരോ നിമിഷവും വിശ്വാസികളെ നയിക്കുന്നത്. വിശ്വാസികൾ ഇത്രമേൽ പ്രാർത്ഥനാ നിർഭരരാകുന്ന കാലം വേറെയില്ലെന്നും പറയാം. ഓരോ സൽക്കർമ്മത്തിനു പിന്നിലും വിശുദ്ധമായ പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധ റമദാൻ മാസത്തിൽ ഉയരുന്ന ഓരോ പ്രാർത്ഥനാവാക്യത്തിലും ആഴമേറിയ കാരുണ്യത്തിന്റെ നനവുമുണ്ട്. അന്യന്റെ ആകുലതകൾ തിരിച്ചറിയുന്ന വിശ്വാസി സക്കാത്തിലൂടെ അവന് തുണയാളാകുന്നു. സക്കാത്തുകളിൽ ഏറ്റവും വിശുദ്ധമെന്ന് കരുതുന്ന ഫിത്തുർ സക്കാത്തുകൾക്കുള്ള ഒരുക്കമാണ് എവിടെയും ഇപ്പോൾ നടക്കുന്നത്. പരിശുദ്ധ റമദാൻ കാലത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്ന് അനുശാസിക്കുന്ന ദൈവമതം വിശക്കുന്നവന് അന്നമേകാൻ വിശ്വാസിയെ നിയോഗിച്ചിരിക്കുന്നു. ഓരോ പ്രദേശത്തും ഫിത്തുർ സക്കാത്തിനായി അതതു പ്രദേശത്തെ ധാന്യങ്ങൾ നൽകണമെന്നാണ് പ്രമാണം. ഫിത്തുർ സക്കാത്തിനായി ഒരാൾക്ക് 2600 ഗ്രാം ധാന്യം നൽകണമെന്നാണ്. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ ഫിത്തുർ സക്കാത്ത് പാക്കറ്റുകൾക്ക് ഇപ്പോൾ കടകളിൽ ആവശ്യക്കാരേറെയാണ്. പ്രാർത്ഥനാ നിർഭരമായ വ്രതമാസം വിട പറയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇനി ഫിത്തുർ സക്കാത്തുകളുടെ തിരക്കായിരിക്കും. ഇതിനായി കടകളിൽ ഫിത്തുർ സക്കാത്ത് കിറ്റുകളുടെ സ്റ്റോക്ക് എത്തിച്ച് വിശ്വാസികൾക്ക് പിന്തുണയേകുകയാണ് റമദാൻ വിപണി. ഡിവൈഎഫ്ഐ മാതമംഗലം മേഖലാ സമ്മേളനം പാറത്തൊട്ടിൽ നടന്നു. പ്രമുഖ എഴുത്തുകാരനും വാഗ്മിയുമായ PK പോക്കർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നവോത്ഥാനത്തിന്റെ പ്രത്യേകത, കേരളത്തിലെ പോലെ തന്നെ നവോത്ഥാനം ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയുന്ന പോലെ ജ്യോതിബ ഫുലെയും അംബേദ്കറും
സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ MV രാജേഷ് അധ്യക്ഷനായിരുന്നു. മേഖലാ സെക്രട്ടറി MV സുരേഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ കമ്മിറ്റി അംഗം PV പ്രദീപ് കുമാർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. DYFI പെരിങ്ങോം ബ്ലോക്ക് നേതാവ് EV ജയാനന്ദ്, സൂരജ്, CPIM മാതമംഗലം ലോക്കൽ സെക്രട്ടറി എന്നിവർ സംബന്ധിച്ചു. NE രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കരുവാത്തൊടി ക്രോസ് ബാർ നാടിന് സമർപ്പിച്ചു. TV രാജേഷ് MLA ക്രോസ് ബാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2014-15, 15-16 വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി കടന്നപ്പള്ളി UP സ്കൂൾ ഹൈസ്കൂൾ റോഡിൽ നിർമ്മിച്ച കരുവാത്തോടി ക്രോസ് ബാർ നാടിന് സമർപ്പിച്ചു. TV രാജേഷ് MLA ക്രോസ് ബാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദാമോദരൻ അധ്യക്ഷനായി. 18 ലക്ഷം രൂപ ചെലവിലാണ് ക്രോസ് ബാറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK കൃഷ്ണൻ, തളിപ്പറമ്പ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K രമണി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV യശോദ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C നളിനാക്ഷി, 14-ാം വാർഡ് അംഗം TV മോഹനൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മല്ലപ്പള്ളി നാരായണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഇടയിലക്കാട് ALP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. K കുഞ്ഞിരാമൻ MLA കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. K കുഞ്ഞിരാമൻ MLAയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും LSS ജേതാക്കൾക്കുള്ള അനുമോദനവുമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത്. കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും K കുഞ്ഞിരാമൻ MLA നിർവഹിച്ചു. അങ്ങനെയുള്ള നിരവധി 5-6 വിദ്യാലയങ്ങൾ ഈ തൃക്കരിപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളില്ലാത്ത വിദ്യാലയങ്ങളിൽ കൂടുതൽ കുട്ടികളെ ചേർത്തുകൊണ്ട് നല്ല വിദ്യാലയമാക്കി നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു പരിപാടി, അതാണ് ഈ ഫോക്കസ് 2015 ചടങ്ങിന്റെ ഭാഗമായി സ്കൂൾ പച്ചക്കറിത്തോട്ടത്തിലേക്കുള്ള വിത്തുകളുടെ വിതരണം കൃഷി ഓഫീസർ അരവിന്ദ് കൊട്ടാരത്തിൽ, കൃഷി അസിസ്റ്റന്റ് PV പവിത്രൻ എന്നിവർ നിർവഹിച്ചു. വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്യാമള ചടങ്ങിൽ അധ്യക്ഷയായി. പ്രധാനാധ്യാപകൻ A അനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV രവി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സിന്ധു, പഞ്ചായത്ത് അംഗങ്ങളായ K സുലോചന, TK നാരായണൻ, BPO M മഹേഷ്, ഗ്രന്ഥശാല പ്രസിഡന്റ് PV പ്രഭാകരൻ, PTA പ്രസിഡന്റ് C വത്സരാജൻ, റിട്ടയർഡ് അധ്യാപകൻ A രാമകൃഷ്ണൻ മാസ്റ്റർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ V ശ്രീധരൻ, KS മധു, N പത്മനാഭൻ എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി PV ബിന്ദു നന്ദി പറഞ്ഞു. ചെറുപുഴ കമ്പല്ലൂർ വെള്ളരിക്കുണ്ട് ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷട്ടൽ കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. നാട്ടുകാർ ചേർന്ന് വെയിറ്റിംഗ് ഷെൽട്ടർ പുനർനിർമ്മിച്ചു. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. സ്ഥാപിച്ചിട്ട് 20 വർഷമായിട്ടുള്ള വെയിറ്റിംഗ് ഷെഡാണ് കഴിഞ്ഞ ദിവസം തകർക്കപ്പെട്ടത്. ഈ വെയിറ്റിംഗ് ഷെൽട്ടറിന്റെ പകുതി ഭാഗം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണെന്ന് പറയപ്പെടുന്നു. സംഭവം അറിഞ്ഞ് നാട്ടുകാരും ഈസ്റ്റളേരി പഞ്ചായത്ത് പ്രസിഡന്റും പോലീസും സംഭവ സ്ഥലത്തെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പൊളിക്കപ്പെട്ട വെയിറ്റിംഗ് ഷെഡിന്റെ ആസ്ബറ്റോസ് ഷീറ്റും കമ്പികളും തൊട്ടടുത്ത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് സാധനങ്ങൾ തിരിച്ചെടുക്കുകയും ഉടൻ തന്നെ നാട്ടുകാർ വെയിറ്റിംഗ് ഷെഡ് പുനഃസ്ഥാപിക്കാനുള്ള പണി ആരംഭിക്കുകയും ചെയ്തു. തദ്ദേശീയ ഭരണകൂടവും പ്രാദേശിക ജനതയും നടത്തുന്ന കണ്ടൽ വനസംരക്ഷണ പരിസ്ഥിതി പ്രവർത്തനങ്ങളെ വെല്ലുവിളിച്ച് ഇടയിലക്കാട് പുഴയോരത്ത് സ്വകാര്യ വ്യക്തി കണ്ടൽ മരങ്ങൾ വെട്ടിനശിപ്പിച്ചു. പൂർണ്ണമായും പുഴയിൽ വളർന്ന വലിയ കണ്ടൽ മരങ്ങളാണ് സമീപസ്ഥലത്തിന്റെ ഉടമയായ സ്വകാര്യ വ്യക്തി കയ്യേറി നിഷ്കരുണം വെട്ടിവീഴ്ത്തിയിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. തൃക്കരിപ്പൂർ ഇടയിലക്കാട് ദ്വീപിൽ പുഴയോര കണ്ടൽ സമൃദ്ധി സംരക്ഷിക്കാൻ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടെ ഇത്തരം പ്രവർത്തനങ്ങളെ വെല്ലുവിളിച്ചും അവഹേളിച്ചും സ്വകാര്യ വ്യക്തിയുടെ കണ്ടൽ വിധ്വംസക പ്രവർത്തനം. ഇടയിലക്കാട് കൈപ്പാട് റോഡരികിൽ പൂർണ്ണമായും പുഴപ്പുറമ്പോക്കിൽ തഴച്ചു വളർന്ന കണ്ടൽ മരങ്ങളാണ് നിഷ്കരുണം വെട്ടിമുറിച്ചിരിക്കുന്നത്. ബോട്ടിംഗ് സൗകര്യത്തിനോ മറ്റോ ഇടമൊരുക്കുന്നതിനായി തദ്ദേശീയനല്ലാത്ത സ്ഥലമുടമയാണ് പുറമ്പോക്ക് ഭൂമിയിൽ പുഴയിൽ സമൃദ്ധമായി വളർന്നുമുറ്റിയ കണ്ടൽക്കാട് നിഷ്കരുണം വെട്ടിമാറ്റിയിരിക്കുന്നത്. ഉപ്പട്ടി, കണ്ടേലിയ ഇനങ്ങളിൽപ്പെട്ട മരങ്ങളാണ് സ്വകാര്യ വ്യക്തിയുടെ ദുരമൂത്ത കോടാലിത്തലപ്പിനിരയായി ഇവിടെ മുറിച്ചു വീഴ്ത്തപ്പെട്ടിരിക്കുന്നത്. ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്തെ ജലശുദ്ധീകരണത്തിന് തുണയ്ക്കുന്ന ഈ കണ്ടൽ സമൃദ്ധി പരസഹസം മത്സ്യ ജലജീവജാലങ്ങളുടെ പ്രജനന ആവാസ കേന്ദ്രം കൂടിയാണ്.
പുഴത്തീരത്തെ കൃത്യമായി കയർഭൂവസ്ത്രം വിരിച്ച് അതിരിട്ട് വേർതിരിച്ചിരിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ച ഇവിടെ പൂർണ്ണമായും പുഴ പുറമ്പോക്കിലും പുഴയിലും തഴച്ചു വളർന്ന മരങ്ങളാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. സംഭവമറിഞ്ഞ് പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഉപ്പട്ടി, കണ്ണാമ്പൊട്ടി, പുഴമുല്ല, ചുള്ളി, മച്ചമ്പൊതി, ഭ്രാന്തൻ കണ്ടൽ തുടങ്ങി ഈ ഭാഗം കണ്ടൽ വൈവിധ്യങ്ങളാലും ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. പുഴയോര ഭൂമി വിലക്കെടുത്ത് പൊതുമുതൽ തഞ്ചത്തിൽ കൈക്കലാക്കാനുള്ള എവിടെയും ഭൂമാഫിയ പയറ്റാറുള്ള തന്ത്രം തന്നെയാണ് ഇവിടെയും പയറ്റിയിരിക്കുന്നത്. എതിർപ്പുയർന്നില്ലെങ്കിൽ ഒരുപക്ഷെ ശരവേഗത്തിൽ ഇവരുടെ കോടാലിക്കൈകൾ ഉയർന്നു താഴുമെന്ന് ഉറപ്പാണ്. വർഷങ്ങളായി നീണ്ട പരിസ്ഥിതി ബോധവൽക്കരണ സംരക്ഷണ യജ്ഞങ്ങളുടെ ഫലമായി കണ്ടൽക്കാടുകൾ നൽകുന്ന പാരിസ്ഥിതിക സംഭാവനകളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവരാണ് തദ്ദേശീയ ജനങ്ങൾ. അതുകൊണ്ടുതന്നെ ഈ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിന് ഇവരാരും കൂട്ടുനിൽക്കാനിടയില്ല. ഈ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക സന്തുലനത്തെയും കുടിവെള്ള ശുദ്ധിയെയും ജലജൈവ സമ്പത്തിനെയും കാത്തുപോറ്റിപ്പോരുന്ന ഈ അനുഗ്രാഹക കണ്ടൽ വനസ്ഥലി സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ മനുഷ്യരുള്ള ഈ നാട്ടിൽ കണ്ടലിനു നേരെ കോടാലിക്കൈ ഉയർത്താനുള്ള അവിവേകം ഇതിനു പിന്നിൽ കളിച്ചവർക്ക് എങ്ങനെയുണ്ടായെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പം കംപ്ലീറ്റ് മുറിച്ച് മാറ്റിയിട്ടില്ല. അവിടെ അതുകൂടാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ആ ബണ്ടിൻ്റെ പുറത്തിലാണ് ഇപ്പോൾ ഇവരെല്ലാം മുറിച്ച് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് കാലത്താണ് കാണുന്നത്. ഇന്നലെ വൈകുന്നേരം തോന്നുന്നു ഇവർ മുറിച്ച് മാറ്റിയത്. ഇന്ന് കാലത്ത് ഞാനിവിടെ വരുമ്പോൾ തന്നെ ഈടെയല്ലേ ജനങ്ങൾ കുറച്ചാൾ ഇവിടെ 2-3 നാൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ ഇങ്ങനെ പ്രതിഷേധിക്കുന്നുണ്ട്. ഇതെന്തെന്ന് ഈട ഇതെല്ലാം കാടെല്ലാം മുറിച്ച് മാറ്റുന്നത് ഇതെന്താ ആലോചനയായിട്ട് ഇങ്ങനെ എന്ന് എന്നോട് ചോദിച്ചു. ഞാനൊന്നും അറിയില്ല. ഞാൻ അവരോടൊന്നും പറയാതെ ഞാനും പറഞ്ഞു നിങ്ങളെപ്പോലെ ഞാനും കാണുന്നുണ്ട്. എൻ്റെ ബാക്കി കൂടുതൽ വിവരങ്ങളും ഞാൻ അറിയില്ല. ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ എല്ലാവരെയും ബന്ധപ്പെട്ടവരെല്ലാം അറിയിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമുക്കിപ്പോൾ ഇതിപ്പോൾ ഇന്ന് അതിൻ്റെ തുടക്കം മാത്രമാണ്. ഇനി ബാക്കിയുള്ള മരങ്ങളും ചിലപ്പോൾ ഇന്ന് വന്ന് മുറിക്കുമായിരിക്കും. കയർഭൂവസ്ത്രം വിരിച്ച് പുഴയോരവും കണ്ടലും സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ തദ്ദേശീയ ഭരണകൂടത്തിന്റെ അറിവില്ലാതെ ഇങ്ങനെയൊരു കയ്യേറ്റവും കടുംകൈയും ചെയ്യാൻ ഇവർ ധൈര്യപ്പെടുമോ എന്ന സംശയവും നാട്ടുകാർക്കിടയിലുണ്ട്. ദുരമൂത്ത ഈ കയ്യേറ്റക്കാരുടെ കോടാലിക്കൈകളായി നാട്ടിൽ തന്നെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒറ്റുകാരെ കണ്ടെത്തണമെന്നും നാട്ടുകാരാവശ്യപ്പെടുന്നു. കണ്ടൽവന സംരക്ഷണത്തിന് ധനവും സമയവും ജീവിതവും സമർപ്പിച്ചവരുടെ നാട്ടിൽ തീർച്ചയായും ഈ ക്രൂരത ഇനിയും ആവർത്തിക്കാനിടയില്ലെന്നു തന്നെ കരുതാം. ആവർത്തിക്കാതിരിക്കാനുള്ള വിവേകം ബന്ധപ്പെട്ടവർ കാണിക്കുമെന്നു തന്നെ ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പയ്യന്നൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ യുവസമിതി സംഗമം കരുവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. യുവസംഗമത്തിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് ASRO സയന്റിസ്റ്റ് ഡോക്ടർ PN സിദ്ധാർത്ഥൻ നിർവഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പയ്യന്നൂർ മേഖല ദ്വിദിന യുവസമിതി സംഗമമാണ് നടന്നത്. പൊതുവിദ്യാഭ്യാസം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ PN സിദ്ധാർത്ഥൻ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും പഠനരീതിയിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ഡോക്ടർ PN സിദ്ധാർത്ഥൻ സവിസ്തരം പ്രതിപാദിച്ചു. ചടങ്ങിൽ P കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. MSc നാരായണൻ മാസ്റ്റർ, ബാബു P തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മുടെ കേരളത്തിന്റെ ഇഷ്യൂസ് ചർച്ച ചെയ്യുന്ന ഒരു ഇന്റലക്ച്വൽ വിഭാഗമാണ് ടീച്ചേഴ്സ് നല്ല ഇൻവോൾവ് ആയിട്ടുള്ളത്. DYFI പെരളം മേഖലാ സമ്മേളനം മലാപ്പിൽ നടന്നു. സമ്മേളനം കവിയൂർ രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപിള്ള എന്നൊക്കെ പറഞ്ഞാൽ വെറും ഒരു വ്യക്തിയല്ല, അയാൾ വലിയ സമൂഹം, ഒരു വലിയ പ്രസ്ഥാനമാണ്, വലിയ ജീവിതത്തിന്റെ ഉടമകളാണ്. മാലാപ്പ് കൂത്തുപറമ്പ് രക്തസാക്ഷി നഗറിലാണ് പെരളം മേഖലാ സമ്മേളനം നടന്നത്. ചടങ്ങിൽ RK രാഹുൽ അധ്യക്ഷനായി. P സന്തോഷ് അനുശോചന പ്രമേയവും ശ്രീജിത്ത് P രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, ലസിത, T സുരേഷ്, സജികുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോഴിക്കോട് വിമാനത്താവളം ഇല്ലാതാക്കാനുള്ള ദുർനീക്കങ്ങൾ ഉപേക്ഷിക്കണമെന്ന് കേരള പ്രവാസി സംഘം മാടായി ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി P സേതാലിക്കുട്ടി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് എയർപോർട്ടിനെ ഇല്ലാതാക്കാനുള്ള ഗൂഢനീക്കം അവസാനിപ്പിക്കണമെന്നും മലബാറിലെ പ്രവാസികളുടെ പ്രധാന കേന്ദ്രമായ കോഴിക്കോട് എയർപോർട്ടിനെ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങണമെന്നും കേരള പ്രവാസി സംഘം മാടായി ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനം സംസ്ഥാന സെക്രട്ടറി P സേതാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികളെ PP ദാമോദരൻ അനുമോദിച്ചു. IV ശിവരാമൻ, K പത്മനാഭൻ, TT കുഞ്ഞിക്കണ്ണൻ, K കമലാക്ഷൻ, EMB അബൂബക്കർ, MV രവി എന്നിവർ ആശംസകൾ അർപ്പിച്ചു.
മാത്തിൽ CK സ്മാരക ഹാളിൽ തൊഴിൽ സേനാ രൂപീകരണം ശില്പശാല സംഘടിപ്പിച്ചു. KSKTU ജില്ലാ സെക്രട്ടറി വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. KSKTU ആലപ്പടമ്പ് ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് തൊഴിൽ സേന രൂപീകരണം നടന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തികച്ചും ജനദ്രോഹ നയങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും അതൊക്കെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വി നാരായണൻ അഭിപ്രായപ്പെട്ടു. ചികിത്സ, ഗവേഷണം, അതിന്റെ കാരണമെന്തെന്ന് കണ്ടെത്തി ഇതെല്ലാമാണല്ലോ. പക്ഷെ അതിലൊന്നും ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ വന്നു. വിലയുടെ കാര്യത്തിലും ഒരു നിശ്ചയവുമില്ല. ഒരു സംസ്ഥാന ഗവൺമെന്റ് വിചാരിച്ചാലൊന്നും വിലയുടെ കാര്യത്തിലൊന്നും ഒരു നിശ്ചയം ഉണ്ടാക്കാനാവില്ല. ചടങ്ങിൽ M പ്രകാശൻ അധ്യക്ഷനായി. CV രവീന്ദ്രൻ, KK കൃഷ്ണൻ, RK പത്മനാഭൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചെറുതാഴം നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ രോഗപ്രതിരോധ ക്ലാസും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. ADWUA സംസ്ഥാന സമിതി അംഗം PP തമ്പായി ഉദ്ഘാടനം ചെയ്തു. നഗരപ്രദേശങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും അനുഭവിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. കാരണം വീട്ടിനുള്ളിൽ 2 ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, അല്ലെങ്കിൽ എല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിൽ കയ്യും കെട്ടി പറഞ്ഞേക്കുന്ന മക്കളുണ്ടാകും. പിലാത്ര പാഠ്യമന്ദിരത്തിൽ നടന്ന പരിപാടിയുടെ ഭാഗമായി SSLC +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. AIDWA മാടായി ഏരിയ സെക്രട്ടറി P പ്രഭാവതി ഉന്നത വിജയികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ചടങ്ങിന്റെ ഭാഗമായി തൈക്കൊണ്ടോയിൽ ദേശീയ അവാർഡ് ലഭിച്ച ശ്രീരാഗസത്തിനെയും ആദരിച്ചു. AIDWA ചെറുതാഴം കമ്മിറ്റി പ്രസിഡന്റ് TV അജിത ചടങ്ങിൽ അധ്യക്ഷയായി. സെക്രട്ടറി KV ഓമന, കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി മെമ്പർ PP രോഹിണി, AIDWA മാടായി ഏരിയ കമ്മിറ്റി അംഗം KP സുമയ്യ, ജോയിന്റ് സെക്രട്ടറി CK ശോഭ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. DYFI കാങ്കോൽ വെസ്റ്റ് മേഖലാ സമ്മേളനം കാങ്കോൽ EMS മന്ദിരത്തിൽ യുവ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ PV ഷാജികുമാർ ഉദ്ഘാടനം ചെയ്തു. DYFI കാങ്കോൽ വെസ്റ്റ് മേഖലാ സമ്മേളനം EMS മന്ദിരത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ കൂത്തുപറമ്പ് രക്തസാക്ഷി നഗറിൽ നടന്നു. ചടങ്ങിൽ A രാജേഷ് അധ്യക്ഷനായി. PP പ്രദീപൻ രക്തസാക്ഷി പ്രമേയവും P ദിനേശൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. N അബ്ദുൾ സമീർ, VP സിദിൻ, വരുൺ ബാലകൃഷ്ണൻ, വൈക്കത്ത് രതീഷ്, മധുസൂദനൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. KSEB സെക്ഷൻ ഓഫീസ് കാങ്കോലിൽ അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയമായി ആവശ്യപ്പെട്ടു. നിരവധി പ്രവർത്തകർ സമ്മേളനത്തിനെത്തിയിരുന്നു. കരിവള്ളൂർ EMS സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ AV സ്മാരക ഹാളിൽ അനുമോദനം സംഘടിപ്പിച്ചു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഡയറക്ടർ ഡോക്ടർ E ശ്രീധരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള CK ശേഖരൻ മാസ്റ്റർ പുരസ്കാരം നേടിയ M കുമാരൻ മാസ്റ്ററെയും SSLC +2 പരീക്ഷകളിലെ ഉന്നത വിജയികളെയുമാണ് ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യമായി അംഗീകാരം കിട്ടേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ്. അച്ഛനും അമ്മയും അവരെ അനുമോദിക്കുമ്പോഴും. EMS ഗ്രന്ഥാലയം പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷനായി. ഒരു നാട് പ്രതിഭകളെ ആദരിക്കുമ്പോൾ അത് അവർക്ക് മുന്നോട്ട് വളരാനുള്ള പ്രേരക ശക്തിയായി തീരുന്നുവെന്ന് അനുമോദന ഭാഷണത്തിൽ ഡോക്ടർ E ശ്രീധരൻ അഭിപ്രായപ്പെട്ടു. K നാരായണൻ, അപ്പ്യാൽ രാഘവൻ, M ശശിമോഹനൻ, M മധുസൂദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. DYFI തിമിരി മേഖലാ സമ്മേളനം ചെറുവത്തൂർ ഞാണങ്കയിൽ നടന്നു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P സന്തോഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുവാക്കുമ്പോൾ മഹത്തുള്ളയോട് അൽഫോൺസ് കണ്ണന്താനത്തിന് വിഭേദങ്ങളുടെ ആവശ്യമില്ല. ഇവിടെയാണ് BJPയുടെ ഉണ്ടാകുന്നത്. നിങ്ങൾ ഹിന്ദുവിലെ കൂടെ പറഞ്ഞു പോകുന്നു. തിമിരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ P മുരളി നഗറിലാണ് DYFI തിമിരി മേഖലാ സമ്മേളനം നടന്നത്. K രാഗേഷ് ചടങ്ങിൽ അധ്യക്ഷനായി. ചടങ്ങിന്റെ ഭാഗമായി നടന്ന രക്തഗ്രൂപ്പ് ഡയറക്ടറുടെ പ്രകാശനവും ഉദ്ഘാടകൻ അഡ്വക്കേറ്റ് P സന്തോഷ് നിർവഹിച്ചു. ജയറാം പ്രകാശ്, K രാജു, M രാജീവൻ എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പിലാത്രയിൽ ആഗസ്റ്റ് 12-നാണ് കേരള പ്രവാസി സംഘം ജില്ലാ സമ്മേളനം നടക്കുന്നത്. മുന്നോടിയായുള്ള സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും സജീവമാക്കുന്നവരാണ്. കേരളത്തിൻ്റെ പുരോഗതിക്ക്, കേരളത്തിൻ്റെ കുതിപ്പിന് പ്രവാസികളുടെ സംഭാവന വളരെ വലുതാണ്.
പക്ഷെ പലപ്പോഴും ഗവൺമെൻറ് പ്രവാസികളെ ആ നിലയിൽ പരിഗണിക്കാറില്ല. ഇപ്പോൾ സൗദി അറേബ്യയിൽ നിതാഖത്ത് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയം, അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നു. PP ദാമോദരൻ, IV ശിവരാമൻ, MV രവി, EMP അബൂബക്കർ എന്നിവർ സംസാരിച്ചു. K പത്മനാഭൻ ചടങ്ങിൽ അധ്യക്ഷനായി. ജനറൽ കൺവീനർ PP രാജൻ സ്വാഗതം പറഞ്ഞു. കൊടക്കാട് വ്യാപാര ഭവന് പുതിയ കെട്ടിടമൊരുങ്ങി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. വ്യാപാര മേഖല അനുദിനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ വ്യാപാരികളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വ്യാപാരികളുടെ ഉപജീവന മാർഗം നശിക്കുന്ന പ്രവണതയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇന്ന് വ്യാപാരി വ്യവസായ വ്യവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കേവലം വ്യാപാരികളുടെ താല്പര്യം മാത്രമല്ല, ഈ സമൂഹത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് ഒട്ടനവധി ജീവകാരുണ്യ ആരോഗ്യ വിദ്യ. യൂണിയൻ പ്രസിഡന്റ് VV ഗുരുദത്ത് അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി TM ജോസ് തയ്യിൽ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. KV ലക്ഷ്മണൻ, ഗിരീഷ് ചീമേനി, യൂസഫ് ഹാജി, PP മുസ്തഫ, CH ഷംസുദ്ദീൻ, KV ബാലകൃഷ്ണൻ, M നാരായണൻ, N കുഞ്ഞിരാമൻ, PT കരുണാകരൻ, TCK നമ്പ്യാർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാക്കളായ കൃഷ്ണൻ, CV കുഞ്ഞിരാമനാശാൻ എന്നിവരെ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി K മധുകുമാർ സ്വാഗതവും MK മുരളീധരൻ നന്ദിയും പറഞ്ഞു. മാതമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ 94-96 +2 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂളിൽ നടന്നു. മുൻ പ്രിൻസിപ്പൽ കൃഷ്ണൻ നമ്പൂതിരി സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിന്റെ ഭാഗമായി മുൻകാല അധ്യാപകരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഗിരീഷ് കോയിപ്ര, ജനാർദ്ദനൻ, കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇത്തരം യോഗങ്ങളൊന്നും ഞാൻ ഒഴിവാക്കാറില്ല. ഞാൻ ആകപ്പാടെ ഒരു 9 സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും വിളിക്കാറുണ്ട്, വേറെ ഒരു തിരക്കും ഉണ്ടാവില്ല, സ്കൂളിൽ അവിടെ എത്തിയിട്ടുണ്ടാവും. അധ്യാപനം എന്നത് കുട്ടികളാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ചെറിയ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അമ്മമാരെ ശ്രദ്ധിക്കുക. പഴയങ്ങാടി ഫ്രൈഡേ ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു. തളിപ്പറമ്പ് CI K വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഉമർ ഫാറൂഖ് SLP അധ്യക്ഷനായി. ജമാൽ കടന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. മഹമ്മൂദ് വാടിക്കൽ, ഡോക്ടർ അസ്ലാം എന്നിവർ സംബന്ധിച്ചു. +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. അതുപോലെ ഈ റംസാൻ മാസത്തെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇവിടെ റംസാനെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചും പറയാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ഇനിയും കിടക്കുന്നുണ്ട്. എങ്കിലും ഈ വളരെ നമ്മുടെ പൊതുവെ പറയാ പള്ളിക്കര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കരയിൽ ദിക്ർ ഹൽക്കയും കൂട്ടുപ്രാർത്ഥനയും സംഘടിപ്പിച്ചു. പാണക്കാട് നൌഫൽ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. റമദാൻ പ്രഭാഷണ പരമ്പരയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് പള്ളിക്കര മദ്രസയിൽ പരിപാടി സംഘടിപ്പിച്ചത്. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിലെ പാവങ്ങളെ മുഖ്യധാരയിലേക്ക് ഉയർത്താൻ നാം തയ്യാറാകണമെന്ന് പ്രാർത്ഥനാ പരിപാടിക്ക് നേതൃത്വം വഹിച്ച് നൌഫൽ അലി തങ്ങൾ പറഞ്ഞു. ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ചാരിറ്റി സെല്ലിന്റെ ഉദ്ഘാടനവും പരിപാടിയുടെ ഭാഗമായി നടന്നു. മുഹമ്മദ് അലി ആനക്കാരൻ, VP പമ്പൻ, AC മഹമ്മൂദ്, അബ്ദുൽ സലാം, PP ജംഷീദ്, റമീസ് PK എന്നിവർ പ്രസംഗിച്ചു. മാത്തിൽ വടശ്ശേരി AKG സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ഉപഹാര സമർപ്പണവും സംഘടിപ്പിച്ചു. ഉപഹാര സമർപ്പണം തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് വൈക്കത്ത് നാരായണൻ മാസ്റ്റർ നിർവഹിച്ചു. വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് പറയുമ്പോൾ ഗ്രന്ഥശാല സംഘം, തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ വളരെ ഗൗരവമായ ഒരു പരിപാടിക്ക് രൂപം നൽകുകയുണ്ടായി. വടശ്ശേരി AKG സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെയും വടശ്ശേരി AKG സ്മാരക കലാകായിക വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വായനശാലയിൽ വെച്ച് അനുമോദനവും ഉപഹാര സമർപ്പണവും നടത്തിയത്. വായനശാല പ്രസിഡന്റ് K പങ്കജാക്ഷൻ അധ്യക്ഷനായി. T മനോജ്, EPV കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് രമേശൻ പേരൂർ കാർഷിക ക്ലാസ് എടുത്തു.
കുഞ്ഞിമംഗലം ഏഴിമല മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉപഹാര സമർപ്പണവും കേശവാഡ് വിതരണവും സംഘടിപ്പിച്ചു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സുധാകരൻ ഉപഹാര വിതരണം നടത്തി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം താമസക്കാരായ കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഉന്നത വിജയം നേടിയ SSLC +2 വിദ്യാർത്ഥികളെയും ഗോപാൽ UP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ നിന്നും ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളെയുമാണ് ചടങ്ങിന്റെ ഭാഗമായി അനുമോദിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജ് ജൂനിയർ റെസിഡന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിൻ ഡോക്ടർ ഗണേഷ് B. മല്ലർ ഉപഹാര വിതരണം നടത്തി. ഗോപാൽ UP സ്കൂൾ പ്രധാനാധ്യാപിക NC മാധവി ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷയായി. NV രാജൻ, P. രാജേഷ് എന്നിവർ സംസാരിച്ചു. കുഞ്ഞിമംഗലം റോട്ടറി ക്ലബിന്റെയും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 4 നാഷണൽ ട്രെയിനേഴ്സിനെ വെച്ച് ഒരേ സമയത്ത് 4 ഡിഫറൻറ്റ് ടോപ്പിക്കിലായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. സ്റ്റെപ്പ് ടു സക്സസ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി തേജ് മല്ലർ ഉദ്ഘാടനം ചെയ്യും. അസിസ്റ്റന്റ് ഗവർണർ ഉപേന്ദ്ര ഷെണായി ചടങ്ങിൽ മുഖ്യാതിഥിയാവും. ജൂലൈ 14 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിശീലന പരിപാടി നടക്കുക. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സുനിൽകുമാർ, ദിനേശ് പാലക്കീൽ, ശ്രീകേഷ്, രമേശ് M, മനോജ് കുമാർ MK, വിനോദ് കോട്ടൂർ, രഞ്ജി VP എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ ശ്രീ കുരുവാപ്പള്ളിയറ ദേവസ്വം വക SSLC അവാർഡ് ദാനവും പ്രകൃതിമിത്ര അവാർഡ് ജേതാവ് KV കൃഷ്ണപ്രസാദ് വൈദ്യർക്കുള്ള അനുമോദനവും നടന്നു. P. ഭാസ്കര പണിക്കർ അവാർഡ് ദാനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ പേക്കടം ശ്രീ കുറുവാപ്പള്ളിയറ ദേവസ്ഥാനം ഭണ്ണാരപ്പുരയിൽ നടന്ന വിശേഷാൽ ജനറൽ ബോഡിയിൽ ക്ഷേത്രസ്ഥാനികൻ T. കണ്ണൻ ദീപം തെളിയിച്ചതോടെ നടന്ന ചടങ്ങിൽ പ്രകൃതിമിത്ര അവാർഡ് നേടിയ പാരമ്പര്യ വൈദ്യൻ KV കൃഷ്ണപ്രസാദിനെ സ്ഥാനികൻ T. കണ്ണൻ പൊന്നാടി അണിയിക്കുകയും ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു. തുടർന്ന് ദേവസ്വത്തിന് കീഴിലുള്ള പിരിവുദായകരുടെ മക്കളിൽ 2014-15 വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ദേവസ്വം വക നൽകി വരുന്ന കേശ അവാർഡ് P. ഭാസ്കര പണിക്കർ വിതരണം ചെയ്തു. ദേവസ്വം പ്രസിഡന്റ് KV മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. കലയക്കാരന്റെ ഗോപാലൻ, PV രാമകൃഷ്ണൻ, TV രാജേഷ്, VM രാമകൃഷ്ണൻ, M. കുഞ്ഞിരാമൻ, KV ശ്യാമള, K. കരുണാകരൻ, N. മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ കുറുവാപ്പള്ളി അറ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഇത്തരം ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും സുഹൃതമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. ഇനി മാറ്റൊലി. ഒരു കാലത്ത് രാഷ്ട്രീയ അക്രമങ്ങൾക്ക് കൊട്ടേഷനുകൾ ഏറ്റെടുത്തിരുന്ന പല സംഘങ്ങളും ഇപ്പോൾ സംഘടിത മോഷണങ്ങളിലേക്ക് ചുവട് മാറ്റിയിരിക്കുന്നതായി പോലീസ് റിപ്പോർട്ട്. ഇതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ. കള്ളന്മാരെയും ഒരേ സെല്ലിൽ ആക്കുന്ന പ്രവണത മാറണം. അവർക്ക് വേറെ തന്നെ ഒരു സെല്ലുണ്ടാക്കി ഈ കുറ്റം ചെയ്യുന്നവരെയും കള്ളന്മാരെയും വേറെ സെല്ലിലാക്കുന്ന ആ പ്രവണത ഉണ്ടായാലേ ഈ രാഷ്ട്രീയമായിട്ട് ജയിലിൽ പോകുന്നവരും കള്ളന്മാരും തമ്മിലുള്ള ആ കൂട്ടുകെട്ട് ഇല്ലാതാവും. ഈ രാഷ്ട്രീയത്തിൻ്റെ ആക്രമണത്തിൽ പോകുന്നവർക്കും കള്ളന്മാർക്കും വേറെ തന്നെ കൗൺസിലിംഗ് നടത്തിയിട്ട് അവരെ നേർവഴിക്ക് നടത്താനുള്ള ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളൊന്നും വലിയ പ്രസക്തി ഇപ്പോൾ ഇല്ല, അതിന് വലിയ മെച്ചമൊന്നും കാണുന്നില്ല. അപ്പോൾ അവർ ഈ കള്ളന്മാരിലേക്ക് തിരിയുന്നു എന്ന് വെച്ചാൽ കൂടുതൽ മെച്ചം അതിനാണ്. കാരണം രാഷ്ട്രീയ കൊലപാതകം ചെയ്താൽ ഒറ്റപ്പെടുന്നു, ആരും അതിന് ഇതാക്കുന്നില്ല. അത് കഴിഞ്ഞാൽ അവരെ പൊഴിയും തപ്പി പോകുന്നു കൊട്ടേഷൻ സംഘങ്ങൾ. പിന്നെ അതുകൊണ്ടാണ് കള്ളന്മാർ വരാൻ വേണ്ടി കാരണം. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൃത്യമായിട്ട് സാമൂഹ്യവൽക്കരണ പ്രക്രിയ നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായ സാമൂഹ്യവൽക്കരണ പ്രക്രിയ കിട്ടേണ്ട സമയത്തും കിട്ടേണ്ട സന്ദർഭങ്ങളിലും നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് തുടച്ചു നീക്കാൻ വേണ്ടി കഴിയുമെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം.
ഇനി അറിയിപ്പുകൾ. കുന്നംകുളം പ്രസ് ഫോറത്തിന്റെ സംസ്ഥാനതല പ്രാദേശിക പത്രപ്രവർത്തക അവാർഡ് നേടിയ മാധ്യമം ലേഖകൻ രാഘവൻ കടന്നപ്പള്ളിയെയും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ പ്രസ് ഫോറം അംഗങ്ങളുടെ മക്കളെയും ജൂലൈ 14 ചൊവ്വാഴ്ച വൈകുന്നേരം 4:45 പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് അനുമോദിക്കുന്നു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ടെലിഫോൺ ഡയറക്ടറി ജൂലൈ 14 ചൊവ്വാഴ്ച ചേംബർ ഹാളിൽ വെച്ച് പ്രകാശനം ചെയ്യും. പയ്യന്നൂർ ടൗണിലെ ആദ്യകാല ബാർബറായ കൊക്കാനശ്ശേരി മുത്തുക്കുറുപ്പയ്യ ചിന്നക്കണ്ണൻ നിര്യാതനായി. മെയ്യനാഥൻ, സുബ്രഹ്മണ്യൻ, തങ്കരാജൻ എന്നിവർ മക്കളാണ്. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക്. നിര്യാണത്തിൽ അനുശോചിച്ച് പയ്യന്നൂരിൽ മുഴുവൻ ബാർബർ ഷാപ്പുകൾക്കും അവധിയായിരിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡിവൈഎഫ്ഐ മേഖലാ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച വിവിധ മേഖലാ സമ്മേളനങ്ങളിൽ പ്രശസ്ത എഴുത്തുകാരും വാഗ്മികളും പൊതുപ്രവർത്തകരും ഉദ്ഘാടകരായും മുഖ്യ പ്രഭാഷകരായും പങ്കെടുത്തു. ചെറുകുന്ന് പള്ളിക്കരയിൽ കനത്ത മഴയിൽ വീട് തകർന്നു. പള്ളിക്കരയിലെ കെ സലാമിന്റെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി 10:30 കനത്ത മഴയിൽ തകർന്നു വീണത്. ആളപായമില്ല. ഹക്കീം വധക്കേസിലെ കൊലയാളികളെ പിടികൂടാത്തതിന് ഭരണകൂടം തീർച്ചയായും നാളെ മറുപടി പറയാൻ ബാധ്യസ്ഥരാകുമെന്ന് പയ്യന്നൂരിൽ RMP നേതാവ് KK രമ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കരുവാത്തുടി ക്രോസ് ബാർ നാടിന് സമർപ്പിച്ചു. TV രാജേഷ് MLA ക്രോസ് ബാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപുഴ കമ്പല്ലൂർ വെള്ളരിക്കുണ്ട് ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെൽട്ടർ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. നാട്ടുകാർ ചേർന്ന് വെയിറ്റിംഗ് ഷെൽട്ടർ പുനർനിർമ്മിച്ചു. തദ്ദേശീയ ഭരണകൂടവും പ്രാദേശിക ജനതയും നടത്തുന്ന കണ്ടൽ വനസംരക്ഷണ പരിസ്ഥിതി പ്രവർത്തനങ്ങളെ വെല്ലുവിളിച്ച് ഇടയിലക്കാട് പുഴയോരത്ത് സ്വകാര്യ വ്യക്തി കണ്ടൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.